നിങ്ങളുടെ കയ്യിൽ ഒരു സാറ്റിൻ റിബൺ റോളും ഒരു സിസേഴ്സും ഉണ്ടെങ്കിൽ ഒരു പൂക്കി റിബൺ സെറ്റാക്കി എടുക്കാം. 5 മിനിറ്റ് എടുക്കുള്ളൂ. ആദ്യം ചെയ്യുമ്പോൾ ഭയങ്കര പാടായിട്ട് തോന്നും, പക്ഷെ ചെയ്ത് പഠിക്കുമ്പോൾ അതിൻ്റെ ഒരു ഫ്ലോ കിട്ടും. ആദ്യം നമ്മൾ ഈ റിബണിൻ്റെ പോർഷൻ നമ്മളെ മിഡിൽ ഫിംഗറിൽ ഇതുപോലെ ഒരു ലൂപ്പ് ഉണ്ടാക്കണം. ആ ലൂപ്പ് നമ്മൾ 4 തവണ റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കണം. നമ്മൾ ഈ ലൂപ്പ് ഉണ്ടാക്കുമ്പോൾ ഒരുപാട് ടൈറ്റോ ലൂസോ ആക്കാനൊന്നും പാടില്ലേ. നമ്മൾ 4 തവണ ലൂപ്പ് ഉണ്ടാക്കിയതിന് ശേഷം ബാക്കി വന്ന റിബൺ നമ്മൾ തമ്പിലോട്ട് കവർ ചെയ്ത് 2 തവണ പിന്നെ ഒരു ലൂപ്പ് ഉണ്ടാക്കണം. ഈ ലൂപ്പും ഒരുപാട് ലൂസ് ആക്കാൻ പാടില്ല, കുറച്ച് ടൈറ്റ് ആക്കാം. ഇനി നമ്മൾ ബാക്കി വന്ന റിബണ് അകത്തോട്ട് ടക്ക് ചെയ്ത് കൊടുക്കുക. അകത്തോട്ട് ടക്ക് ചെയ്യുമ്പോൾ ചെറിയൊരു കൺഫ്യൂഷനൊക്കെ ഉണ്ടാകും, പക്ഷെ ക്ഷമയോടെ ചെയ്താൽ നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. ഇനി നമ്മൾ ടക്ക് ചെയ്ത പോർഷൻ്റെ ബാക്കി വന്ന റിബൺ ഉണ്ടല്ലോ, അത് നമ്മൾ ഉണ്ടാക്കിയ ഈ ലൂപ്പിൽ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നല്ലോണം ടൈറ്റായിട്ട് വലിക്കുക. ഒരുപാട് ടൈറ്റ് ആക്കലിൽ ആ ഒരു പൂഫി ഇത് പോകും. അതുകൊണ്ട് ചെറുതായിട്ടൊന്ന് ടൈറ്റ് ചെയ്ത് കൊടുക്കുക. ഇനി ആദ്യം നമ്മൾ മിഡിൽ ഫിംഗറിലൊരു ലൂപ്പ് ഉണ്ടാക്കിയില്ലേ, അതിൽ നമ്മൾ പതുക്കെ വലിച്ചെടുക്കണം. പതുക്കെ വലിച്ചെടുക്കാവൂ. പെട്ടെന്ന് വലിച്ചെടുത്താൽ ചിലപ്പോൾ എല്ലാം കൂടെ അഴിഞ്ഞു വരാൻ ചാൻസ് ഉണ്ട്. ഇനി ആ 2 എൻഡ് നല്ലതൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക. ഇനി നമ്മളുടെ ഈ റിബണിൻ്റെ 2 സൈഡ് ഉണ്ടല്ലോ, നിങ്ങൾക്ക് കുറച്ചുകൂടെ പൂഫി ആക്കാൻ വേണമെങ്കിൽ ആ 2 എൻഡ് ഇങ്ങനെ ഒട്ടിച്ച് വയ്ക്കാം. പക്ഷേ എൻ്റെ കയ്യിൽ ഇപ്പോൾ ഹോട്ട് ഗ്ലൂ ഇല്ലാത്തതുകൊണ്ടാണ് ഞാൻ ഒട്ടിക്കാത്തത്. സോ നമ്മളിങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാം. ഇനി ഇതിൻ്റെ വാലിനും തുമ്പിനും ഒക്കെ കുറച്ച് ഭംഗി കൂട്ടാൻ വേണ്ടി നമുക്ക് വാലിൽ 2 വി ഷേപ്പ് കട്ട് ചെയ്ത് കൊടുക്കാം. കട്ട് ചെയ്യാൻ പണ്ടേ ഒരു വലിയ തോൽവി ആയതിനാൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് 2 വി ഷേപ്പ് അങ്ങ് വെട്ടി കൊടുത്തു. നമുക്ക് ഈ റിബണിനൊരു ക്ലിപ്പിൽ ഒട്ടിച്ച് വെച്ച് കൊടുത്താൽ ഒരു അക്സസറി ആയിട്ട് ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ കമൻറ്റും സബ്സ്ക്രൈബും ചെയ്യാൻ മറക്കല്ലേ. ടാറ്റാ.